യുവൻ ശങ്കർ രാജ പ്രൊഡ്യൂസ് ചെയ്ത ഒരു തമിഴ് പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സ്വീറ്റ് ഹാർട്ട് എന്നാണ് സിനിമയുടെ പേര്. ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ ജോ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, മറ്റേ ഉറുകി പോണതടി ആ പാട്ടുള്ള അതിലത്തെ നായകനില്ലേ റിയോ രാജ്, ആൾ തന്നെയാണ് ഈ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ആ സിനിമയുടെ ഒരു സിമിലർ പ്ലോട്ട്, സെയിം പറയില്ല, സിമിലർ പ്ലോട്ട്, ജസ്റ്റ് ലൈക്ക് ലവ്, ബ്രേക്കപ്പ്, പ്രഗ്നൻസി അഡീഷണൽ ആയിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട്. ആ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയിട്ടല്ല, അത് ഈ സിനിമയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിരിക്കുന്നത് ഇതിലത്തെ നായികയാണ്. നമ്മുടെ ഐഡന്റിറ്റി സിനിമയിൽ ടോവിനോന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച കൊച്ചാണ്. എന്നാ വെറുപ്പിക്കലായിരുന്നു പറയും. ഈ ബ്രഹ്മാസ്ത്രയില് ആലിയപ്പെട്ട് ശിവ 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 എന്നാണെങ്കിൽ ഇതില് വാസു വാസു വാസു, അപ്പോഴേക്കും തിരിച്ചു മാനു മാനു മാനു. 2-2.5 മണിക്കൂർ പടത്തിൽ 3/4 മണിക്കൂർ തന്നെയാണ്. പിന്നെ ഇതിൽ പറയുമ്പോ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. യുവൻ ശങ്കർ രാജയുടെ കോൺസേർട്ടിൽ ഇവര് കണ്ടുമുട്ടുന്നു. ആ ഒരു സെക്കൻഡിൽ ഈ കൊച്ചിന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആൻഡ് നെക്സ്റ്റ് ഡേ ഫക്ക് ഈച്ച് അതർ. പിന്നെ എന്ത് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ജോലി നോക്കുകയാണെന്ന് വെച്ചാൽ അവര് കണ്ട് കുറച്ച് സമയം എടുത്ത് ഇഷ്ടപ്പെട്ട ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇതിൽ എന്തായാലും കിട്ടില്ല. പിന്നെ ഇതില് ഡെഫിനറ്റ്ലി ദിസ് മൂവി ഹാസ് ഇറ്റ്സ് മൊമെന്റ്സ് എന്ന് പറയാം. കോമഡിയും അത്യാവശ്യം ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. ജിഗർ തണ്ട ഫ്ലേവറിലുള്ള കോണ്ടന്റ് ഒക്കെ പണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിലെ നായകൻ നമ്മുടെ റിയോ രാജ് വന്നിട്ട് ഒരു മാസ് അപ്പീലുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ ആ ഗ്യാങ്ങിന്റെ ലീഡർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ആള്. പക്ഷെ സ്വയം ഉണ്ടാക്കി വെച്ച പ്രഗ്നൻസിക്ക് ആൾക്ക് പോയിട്ട് മറ്റേ പ്രഗ്നൻസി കിറ്റ് മേടിക്കാൻ, ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് മേടിക്കാൻ നാണക്കേട്. അത്രയും മാസമായിട്ടുള്ള നായകനാണ്. ഇതിൽ നന്നായി അഭിനയിച്ചത് റിയോ രാജിന്റെ ചേച്ചിയായിട്ടൊരു സ്ത്രീ അഭിനയിച്ചിട്ടുണ്ട്. കിഡിലൻ തന്നെയായിരുന്നു. അതേപോലെ തന്നെ നായികയുടെ വീട്ടിലൊരു കുരിപ്പുണ്ട്. ആ കുരിപ്പും അടിപൊളിയായിരുന്നു. രഞ്ജി പണിക്കരൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അങ്ങേരൊക്കെ കൊണ്ടുവന്നിട്ട് ശരിക്കും ഒരു കോമാളിയാക്കി വിട്ടിട്ടുണ്ട്. എന്തിനാണ് ഞാൻ അങ്ങേര് പോലും അല്ല ഡബ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടുവേർഡ്സ് എൻഡ് കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്. അത് അടിപൊളിയായിരുന്നു. അമ്മ പാസം കാര്യങ്ങളൊക്കെ പറയണത് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടുവേർഡ്സ് എൻഡുള്ള കുറച്ച് സീനാണ്. ഇപ്പൊ ഈ നായികയ്ക്ക് പകരം വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എനിക്ക് ജോ ആണ് ഇതിലും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ. പാട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം. പക്ഷെ ഈ വെറുപ്പിക്കലാണ്. വാസു കോസു മാസു എന്നൊക്കെ വിളിച്ചിട്ട് അത് ഭയങ്കര വെറുപ്പിക്കലാണ്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. നീക്ക് പടമൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്.